ഹായ് ഗേസ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് രാമക്കൽമേട്ടിലാണ്. രാമക്കൽമേട്ടിലെ വിശേഷമായ കാഴ്ചകളും ഒക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ച് വരാം. ഞങ്ങൾ ആദ്യം വരുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല, അല്ലാതെ വീഡിയോസ് എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞ് ഫോട്ടോയും വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ 3 പേരും ഒരേപോലത്തെ കളർ ഡ്രസ്സായിട്ടിരിക്കുന്നതെന്ന് മനസ്സിലായത്. ആമിയാണെങ്കിൽ ഭയങ്കര ബിസിയാണ്, കളിക്കാൻ കൂട്ടില്ല എന്നുള്ള പരാതിയായിരുന്നു. ഇപ്പം അതൊക്കെ മാറി സ്വന്തമായിട്ട് പോയി കളിക്കുകയായിരുന്നു. അവിടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പേര് എഴുതിയൊരു മോതിരം. ഇത് ഇവിടെ വെച്ച് വാങ്ങാൻ പറ്റി. പിന്നെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അവധി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ. ഇടുക്കിക്കാർക്ക് അത്ര രസമായി തോന്നിയില്ലെങ്കിൽ പോലും പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല കാറ്റായതുകൊണ്ട് പലർക്കും നല്ല തണുപ്പും കാറ്റും ഉണ്ട്. പിന്നെ നമ്മളീ പറയുന്നതൊന്നും കേൾക്കാത്ത രീതിയിലുള്ള കാറ്റ് കയറും. നമ്മൾ കയറി വന്നിരിക്കുന്നത് പുറകുവശം വാതിലിൽ കൂടെ ആയിരുന്നു. അത് കാരണമാണ് ഞാൻ കയറി വരുന്ന വീഡിയോസൊന്നും എടുക്കാഞ്ഞതിൻ്റെ കാര്യം. കഴിഞ്ഞ വർഷം ഞങ്ങൾ രാമക്കൽമേട്ടിൽ വന്നപ്പോൾ മൊത്തം പുറത്തേക്ക് അങ്ങ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയായിരുന്നു. ഇത്തവണ നല്ല പെർഫെക്റ്റാക്കി മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല കാറ്റാണ്. പിന്നെ നല്ല വെയിലിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ദാഹിച്ച് വലഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം നിലയെല്ലാം നടന്നു. നമ്മുടെ വേഴാമ്പലിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി ഇതാണ് വഴി. ചെറിയൊരു ഗുഹ പോലെയാണ്, അകത്തേക്ക് കയറാനുള്ള സൗകര്യമൊക്കെ ഉള്ളത്. ഞങ്ങൾ മുകളിൽ കയറി ജസ്റ്റ് ഒന്ന് കണ്ടുവച്ച് ഇറങ്ങാം. നേരത്തെ പല ആവർത്തി വന്നിട്ടുണ്ടെങ്കിൽ പോലും എത്രയൊക്കെ വന്ന് കണ്ടെന്ന് പറഞ്ഞാലും പിന്നെയും ഒന്ന് കാണണമെന്നൊരാഗ്രഹമാണ്. കയറി ഒന്ന് കണ്ട് ഇറങ്ങി വരാൻ വേണ്ടി ഞാനും ആമിക്കുട്ടികളെ മുകളിലോട്ട് കയറുമായിരുന്നു. അച്ഛനും അമ്മയൊക്കെ നേരത്തെ കയറിപ്പോയി. ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. അവരെല്ലാം വേറെ സ്ഥലങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തും കൊല്ലം അങ്ങനെ പലയിടത്തു നിന്നും വന്ന ആൾക്കാരൊക്കെ ആയിരുന്നു. ഇതിൻ്റെ മണ്ടയ്ക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ചുറ്റുവട്ടം ഫുൾ കാണാം. പിന്നെ നമ്മൾ തമിഴ്നാടിൻ്റെ നമ്മൾ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും തമിഴ്നാടാണ് അങ്ങ് ദൂരെ കാണുന്നത്. ദൂരക്കാഴ്ചയായിട്ട് തമിഴ്നാട് കൃഷികളും ഓരോ ഭാഗങ്ങൾ തിരിച്ചിട്ടിരിക്കുന്നതൊക്കെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ആമിക്കുട്ടിയെ നിർത്തി കുറച്ച് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുത്തു. നമുക്ക് സ്വസ്ഥമായിട്ട് നിന്ന് വീഡിയോ എടുക്കാൻ ആളുകൾ കുറഞ്ഞ സമയത്ത് എടുക്കാൻ പോലും അവസരമില്ലായിരുന്നു. ഇത്തവണ നല്ല തിരക്കുള്ള സമയമായിരുന്നു. അത് കാരണം നമ്മൾ ആൾക്കാരുടെ ഇടയ്ക്ക് നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. നല്ല തിരക്ക്. താഴേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേ അതാണ് ഞാൻ പറഞ്ഞ തമിഴ്നാട് ഏരിയ. അവിടെ കാറ്റാടിയും കാര്യങ്ങളും എല്ലാം പ്രത്യേകം എടുത്ത് കാണാം. നമ്മൾ ഒരുപാട് സമയം നിന്നില്ല, കുറച്ച് സമയമൊക്കെ നമ്മളതിലേക്ക് നിന്ന് കളിച്ച്. ആമിക്കുട്ടി കൂടുതലും പാർക്കിലായിരുന്നു കളികൾ മൊത്തം. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഐസ്ക്രീം ആട്ടെ, നമ്മുടെ മാങ്ങായ പൈനാപ്പിൾ ഇതൊക്കെ ഉപ്പും മുളകൊക്കെ പുരട്ടി എവിടെ നോക്കിയാലും അങ്ങനെയുള്ള ആൾക്കാർ കാണും. കുറേ ആൾക്കാരൊക്കെ മേടിക്കും. അങ്ങനെ മേടിച്ച് കുറേ ആൾക്കാരൊക്കെ തിന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോകളുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്.